കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട്ടിലും വട്ടോൻപാറയിലും ഭീതി പരത്തുന്ന അജ്ഞാത ജീവിയെ കണ്ടെത്തുവാൻ നഗരപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം നടത്തി. നഗരപാറ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സന്തോഷ് ഡ്രോൺ നിരീക്ഷണത്തിന് നേതൃത്വം നൽകി. ഒരാഴ്ചക്കാലമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട്, വട്ടോൻപാറ, മഴുവഴി പ്രദേശങ്ങളിൽ ഭീതി പടർത്തുന്ന അജ്ഞാത ജീവിയെ കണ്ടുപിടിക്കുവാനാണ് നഗരപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം നടത്തിയത്. 8 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം നടത്തുവാൻ പറ്റുന്ന ഡ്രോണിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമറ സ്ഥാപിച്ചുവെങ്കിലും 3 ദിവസം കഴിഞ്ഞ് മാത്രമേ ക്യാമറയിൽ പരിശോധന നടത്തുവാനാകൂ. മനുഷ്യ സാന്നിധ്യമുള്ള മേഖലയിൽ വന്യജീവികൾ എത്തില്ല എന്നതുകൊണ്ടാണ് 3 ദിവസത്തിന് ശേഷം ക്യാമറ പരിശോധന നടത്തുന്നത്. 2 ദിവസങ്ങളായി നഗരപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാത്രികാല പട്രോളിംഗ് നടത്തിവരുന്നുണ്ടെങ്കിലും അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മഴുവടി അതുപോലെ വട്ടമാറ ഭാഗങ്ങളിൽ പുലി ഇറങ്ങിയതായിട്ട് ജനങ്ങൾ കണ്ടതായിട്ടൊരു അറിയിച്ചതനുസരിച്ച് വനംപാറ റേഞ്ചിലെ ജീവനക്കാർ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ രാത്രിയും പോലും പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇവിടെ ഒന്ന് പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് ഇതുവരെ കാണാനോ കണ്ടെത്താനോ സാധിച്ചില്ല. ഇന്ന് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് മഴുവടി ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം വട്ടമാറ ഭാഗത്തും ഡ്രോണിൽ നോക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗത്തിൻ്റെ സാന്നിധ്യം ഏത് മൃഗമാണെന്ന് കണ്ടെത്താനായിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് മൃഗമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നടത്തുന്ന നടപടിയിലേക്ക് മാറുന്നു. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട് വെക്കണം. അതിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്ര മോൾ ജിന്നി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷാജി വാഴക്കാല, ദീപ ജോസഫ്, ബിന്ദു അഭയൻ, അരുൺ ദേവസ്യ, അന്നമ്മ ബാബു എന്നിവർ അജ്ഞാത ജീവിയുടെ ആക്രമണമുണ്ടായ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.